മതവും രാഷ്ട്രീയവും തമ്മിലുള്ള മൗലികമായ ബന്ധത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ബന്ധം ഏത് എക്സ്റ്റെന്റ് വരെ ആകാമെന്നതിനെ കുറിച്ചൊക്കെയുള്ള ലോക രാഷ്ട്രീയ പാഠങ്ങൾ അനവധിയുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ശ്രീകാന്ത് ചോദിച്ചത്. മതം 2-3 തരത്തിലാണ്. എനിക്ക് തോന്നുന്നു ഒരു 3-4 തരത്തിലുള്ള മാതൃകകൾ ലോകത്തുണ്ട്. അതൊന്ന്, ഒരു രാജ്യത്തിന് അതിൻ്റെ രാഷ്ട്രീയ ഘടനയിൽ അല്ലെങ്കിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൽ അതിൻ്റെ ഭരണ നിർവഹണത്തിൽ, അഡ്മിനിസ്ട്രേഷനിൽ, ഗവൺമെന്റിൽ മതത്തിൻ്റെ ലാഞ്ചനകളെ പാടില്ല. മതത്തെ നിർമാർജനം ചെയ്യുക, മതവിരുദ്ധമായ ഒരു സംവിധാനമായി നമ്മുടെ ഭരണകൂടങ്ങളെ വളർത്തിയെടുക്കുക എന്ന കൺസെപ്റ്റ് സമ്പൂർണ്ണമായും മാർസിയൻ കൺസെപ്റ്റാണ്. അങ്ങനെ ഒരു മാതൃക ലോകത്തുണ്ട്. അത് സിദ്ധാന്തത്തിലാണ്. പ്രയോഗത്തിലേക്ക് ഞാൻ വരാം. സിദ്ധാന്തത്തിൽ മതവിരുദ്ധമാണ് രാഷ്ട്രം, സമ്പൂർണമായി മതത്തിൽ നിന്ന് വിശുദ്ധമായിരിക്കണം, മതത്തിൽ നിന്ന് സമ്പൂർണമായി മുക്തമായിരിക്കണം രാഷ്ട്രം എന്ന കൺസെപ്റ്റ് സൂക്ഷിക്കുന്ന ഒരു മാർസിയൻ സമീപനം ലോക രാഷ്ട്രീയ ചരിത്രത്തിലുണ്ട്. ഒന്ന്. രണ്ടാമത്തേത് ഒരു യൂറോപ്യൻ സമീപനമാണ്. അത് മതവും രാഷ്ട്രവും രണ്ടാണ്. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും. അത് രണ്ടും രണ്ടാണ്. ഒരിക്കലും പരസ്പരം കടക്കാൻ പാടില്ലാത്ത വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് ആയിരിക്കണം രണ്ടും. ഒരിക്കലും രണ്ടും ബന്ധപ്പെടാൻ പാടില്ല എന്നതാണ് ഒരു യൂറോപ്യൻ കൺസെപ്റ്റ്. യൂറോപ്യൻ കൺസെപ്റ്റിൽ തന്നെ അതിന്റെ ലക്ഷണമൊത്ത മാതൃക അമേരിക്കൻ മാതൃക മാത്രമാണ്. ബ്രിട്ടീഷ് മാതൃക അതല്ല, നമുക്കറിയാം. ബ്രിട്ടീഷ് മാതൃക മഹാരാജാവ് ഭരിക്കുമ്പോഴും ഒരു മതത്തിന്റെ മേധാവിത്വത്തിന്, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് മതത്തിന് വലിയ സ്വാധീനമുള്ള മഹാറാണിയാണ് ഭരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു മേൽക്കോയ്മയുണ്ട്. അതുകൊണ്ട് അമേരിക്കൻ മാതൃകയാണ് ഒന്ന്. മറ്റൊന്ന്, സോവിയറ്റ് യൂണിയനിൽ നമ്മൾ കണ്ടു എന്ന് വിചാരിക്കുന്ന തുടക്കത്തിലെ സിദ്ധാന്തത്തിൽ ഉണ്ടായിരുന്ന ഒരു മാറ്റമാണ്. മൂന്നാമത്തേത് ഇന്ത്യൻ മാതൃകയാണ്. ഇന്ത്യൻ സെക്കുലറിസം എന്ന് പറയുന്നത് മതത്തിന്റെ മൂല്യങ്ങൾ, ഇന്ത്യൻ സെക്കുലറിസം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം മതത്തിന്റെ മൂല്യങ്ങളെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താനാവില്ല എന്ന് എല്ലാവരും ഒരേ സമയം അംഗീകരിച്ചതും പ്രയോഗിച്ചതുമാണ്. എല്ലാതരം ഒരുപാട് ആചാര്യന്മാർ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ വഴികളിൽ ഉണ്ടായിരുന്നു. എല്ലാവരും അത് ആവർത്തിച്ച് പറഞ്ഞതാണ്. അരവിന്ദോ തൊട്ട് ഇപ്പോൾ ഇങ്ങേ തലക്കൽ മഹാത്മാഗാന്ധി വരെ. ഇനി വേറൊരു തരത്തിലാണെങ്കിൽ അബുൽ കലാം ആസാദ് വരെ മതം രാഷ്ട്രവും രണ്ടായി കണ്ടുകൊണ്ടുള്ള ഒരു സാധ്യമേ അല്ല. കാരണം രണ്ടിൻ്റെയും അടിസ്ഥാന മൂല്യം ധർമ്മമാണ്. മതത്തിന്റെ ധർമ്മങ്ങൾ രാഷ്ട്രീയത്തെ പോഷിപ്പിച്ചുകൊണ്ടല്ലാതെ, രാഷ്ട്രീയത്തെ കൂടി പിന്തുണച്ചുകൊണ്ടല്ലാതെ, മതത്തിന്റെ ധർമ്മങ്ങൾ രാഷ്ട്രീയത്തിൽ കൂടി ഉൾച്ചേർത്തുകൊണ്ടല്ലാതെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന മൂന്നാമത്തെ ഒരു കൺസെപ്റ്റാണ് പ്രധാനമായിട്ട് ഇന്ത്യൻ കൺസെപ്റ്റ് നമ്മൾ പറയുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, എനിക്ക് തോന്നുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മൂന്നാമത്തെ ഇന്ത്യൻ മാർഗം ആണ് കരണീയമായിട്ടുള്ള മാർഗം. അതെല്ലാം ആ അർത്ഥത്തിൽ എല്ലാ മതത്തിൻ്റെയും ആത്മാവ് മനസ്സിലാക്കിയ ഏതൊരു പണ്ഡിതനും, ഏതൊരു സന്യാസിക്കും, ഏതൊരു പാതിരിക്കും രാഷ്ട്രീയത്തിൽ ഇടപെടാവുന്നതേ ഉള്ളൂ. ഒരു മൂല്യം എന്ന നിലയിൽ ഒരു അപകടമുള്ളത്, ഈ പറയുന്ന ഇന്ത്യൻ മാർഗമല്ലാതെ ഇപ്പൊ മതത്തിന്റെ മൂല്യങ്ങൾ രാഷ്ട്രീയത്തിൽ ഉൾച്ചേർത്തുകൊണ്ട് മതവും രാഷ്ട്രീയവും തമ്മിൽ ശത്രുക്കളല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഭാരതീയമായൊരു കൺസെപ്റ്റാണ് ശരി എന്ന് വരുന്നത് ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥികളുടെ മുമ്പിൽ 2 ചിത്രങ്ങൾ കാണുമ്പോഴാണ്. ആദ്യത്തെ 2 മാതൃകയും അവർ പ്രയോഗത്തിൽ പൊളിച്ചിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ കൃത്യമായി മാർക്സ് പറഞ്ഞു, മതവിരോധമാണ്, അല്ലെങ്കിൽ മതത്തിന്റെ വിനാശമാണ്, അല്ലെങ്കിൽ മതത്തെ തകർക്കുകയാണ് സമ്പൂർണമായി സാമൂഹ്യ വിപ്ലവത്തിന്റെ വഴി എന്ന് മാർക്സ് പറഞ്ഞു. പക്ഷേ കൃത്യമായി ഒരു തലമുറ കഴിഞ്ഞ് ലെനിന്റെ മാർഗത്തിലേക്ക് വരുമ്പോൾ ലെനിൻ പാതിരിമാർക്കും കന്യാസ്ത്രീകൾക്കും മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് വലിയ തോതിൽ റഷ്യയിലെ വിപ്ലവത്തിൽ അവരെ ഉൾച്ചേർത്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ക്യൂബയിൽ വിപ്ലവം ഉണ്ടാക്കിയത് കന്യാസ്ത്രീകളും പാതിരിമാരുമാണ്. മാത്രമല്ല പിന്നീട് ലോകമൊട്ടാകെ ഈ ചിന്താ പദ്ധതി വന്നു. പല തരത്തിൽ മതത്തെ ഉൾച്ചേരാൻ തുടങ്ങി. 2-3 ഇന്ത്യൻ മാതൃകകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന്, സോവിയറ്റ് യൂണിയന്റെ വിപ്ലവം. റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി മലയാളികളെ പഠിപ്പിക്കാൻ ഒരു പുസ്തകം എഴുതിയത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ കെ ദാമോദരനാണ്. ആ പുസ്തകത്തിന് അദ്ദേഹം അന്ന് കൊടുത്ത പേര് ഇന്നും കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ആ പുസ്തകത്തിന്റെ പേര് 1917 ഒക്ടോബർ വിപ്ലവത്തെക്കുറിച്ചാണെന്ന് ഓർക്കണം. ആ പുസ്തകത്തിന്റെ പേര് യേശു ക്രിസ്തു മോസ്കോവിൽ എന്നാണ്. മാർസ് മോസ്കോവിൽ എന്നല്ല, മഹാനായ ലെനിൻ മോസ്കോവിൽ എന്നല്ല, യേശു ക്രിസ്തു മോസ്കോവിൽ. എന്നിട്ട് പറയാൻ ശ്രമിച്ചത് ഇങ്ങനെയാണ്: ഭാരം ചുമക്കുന്നവരെ, വണ്ടി വലിക്കുന്നവരെ വരുവിൻ, നിങ്ങൾക്കുള്ളതാകുന്നു സ്വർഗരാജ്യം എന്ന യേശുദേവന്റെ വിമോചന സങ്കല്പം ഞങ്ങളിതാ റഷ്യൻ മണ്ണിൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മതത്തിന്റെ ടെർമിനോളജി ഉപയോഗിച്ച് മാർക്സിസം പ്രചരിപ്പിക്കാനുള്ള രീതി ഒന്ന്. അത് ക്യാമ്പയിനിലാണെങ്കിൽ. രണ്ടാമത്,
ഹർകിഷൻ സിംഗ് സുർജിത് എന്നൊരു മനുഷ്യനെ ഒരുപക്ഷെ ഇന്ത്യയിലെ CPIM എന്ന പാർട്ടിക്ക് ദേശീയ തലത്തിൽ വലിയ സ്വീകാര്യത നേടിക്കൊടുത്ത ഒരു പാർട്ടിയുടെ ഒരു നേതാവിൻ്റെ പേരാണ് ഹർകിഷൻ സിംഗ് സുർജിത്. കൃത്യമായി ഒരു സിഖ് മതത്തിൻ്റെ വിശ്വാസം, സംസ്കാരം, വേഷഭൂഷകൾ എല്ലാം അണിഞ്ഞുകൊണ്ട്, എന്നാൽ പ്രത്യക്ഷത്തിൽ ഞാൻ മതവാദിയല്ല, ഞാൻ രാഷ്ട്രീയവാദിയാണ്, എനിക്ക് മതവുമായി ബന്ധമില്ല, എന്നാൽ സംസ്കാരത്തിലുണ്ട്, അസ്തിത്വത്തിലുണ്ട്, വ്യക്തിത്വത്തിലുണ്ട്, എന്നാൽ രാഷ്ട്രീയത്തിലില്ല എന്ന് പറയുന്ന രണ്ടാമത്തെ ചിത്രം. മൂന്നാമത്തെ ചിത്രമുണ്ട്. മൂന്നാമത്തെ ചിത്രം തീർച്ചയായിട്ടും നമ്മുടെ വലിയ തോതിൽ ആളുകളെ ക്ഷേത്രങ്ങളിലേക്ക് തിരിച്ചു വിളിക്കണം, പള്ളിക്കമ്മിറ്റികളിലേക്ക് തിരിച്ചു വിളിക്കണം. ക്ലാസിക്കൽ യുക്തിവാദം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്ത് വന്നതാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തകർച്ച നേരിടാനുള്ള കാരണം എന്ന പുതിയ കണ്ടെത്തലും അതനുസരിച്ച് മതത്തിലേക്കും ദേവാലയങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും പുതിയ തലമുറയെ തിരിച്ചു വിളിക്കുന്ന ഒരു പുതിയ കൾച്ചറും ഇതെല്ലാം ചേർത്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ആദ്യത്തെ രണ്ട് മാർഗവും, യൂറോപ്യൻ മാർഗവും മാർസിയൻ മാർഗവും, സിദ്ധാന്തത്തിൽ മാത്രം ഇപ്പോഴും ഭദ്രമായിട്ടിരിക്കുകയും അത് പ്രയോഗത്തിൽ വലിയ പരാജയമാണെന്ന് അവർ തന്നെ തെളിയിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ മാർഗം പ്രിവെയിൽ ചെയ്യുന്ന ഇന്ത്യൻ മാർഗം കുറെ കൂടി സ്വീകാര്യമാണല്ലോ എന്ന് ലോകമൊട്ടാകെയുള്ള മനുഷ്യന്മാർ, രാഷ്ട്രീയക്കാർ, ബുദ്ധിജീവികൾ, വിദ്യാർത്ഥികൾ, രാഷ്ട്രത്തലവന്മാർ ഒക്കെ ഇന്ത്യൻ മാതൃകയെ വലിയ ആരാധനയോടെ, അംഗീകാരത്തോടെ കാണുന്നു എന്നുകൂടി നമ്മൾ കാണണം.